ഹായ് ഹലോ വിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നമ്മൾ 3 കാർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാർഡും ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പറയാം. കാർഡ് ഞാൻ ഷഫിൾ ചെയ്ത് 3 കാർഡ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഏതൊരു ചിത്രമാണോ ഏതൊരു കാർഡാണോ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ ടോപ്പിക് ഇതാണ്. നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി തിരിച്ചു വരുമോ എന്നറിയാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ ഈ വ്യക്തിനെ പറ്റി ചിന്തിക്കുക. അതേപോലെ തന്നെ കറക്റ്റായിട്ടൊരു ഗൈഡൻസ് ഞങ്ങൾക്ക് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ജനറൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഏത് സമയത്തും കാണാം. ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണെന്ന് അറിയാനും സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ വന്ന് റീഡിംഗ് എടുക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. താല്പര്യമുള്ളവർ മാത്രം വരിക. ഞാൻ നെഗറ്റീവും പറയും, പോസിറ്റീവും പറയും. ഞാൻ ഡയറക്റ്റ് കാണിച്ച് ഇന്ന് വരുന്ന ആൾ വരുന്നവരുടെ മോഹിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. ഞാൻ ഈ സ്റ്റേജ് കഴിഞ്ഞ് വന്ന ആളാണ്. അത് മറ്റുള്ളവർക്ക് സംഭവിക്കരുത്. ഓക്കെ, ഈ ഡയറക്റ്റ് കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത്. അഥവാ നമ്മൾ ഡയറക്റ്റ് എന്നൊരു പ്രസ്ഥാനത്തിലോട്ട് എത്തിപ്പെടുകയാണെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്നറിയുക. അതിനുശേഷം ഒരു തീരുമാനം എടുക്കാൻ മുന്നോട്ട് പോവുക. അതാണ് ആക്ച്വലി ഡയറക്റ്റിൻ്റെ പ്രവർത്തനം. അല്ലാതെ നിങ്ങൾ എൻ്റെ വീഡിയോ അല്ലാതെ വേറൊരാളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരുന്ന വെറുതെ സമയം പോകും. ഒരു കാര്യമില്ല. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ ചാനൽ ഞാനിങ്ങനെ പറയുന്ന കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരാം. നിങ്ങളെപ്പോഴാണോ എനിക്കൊരു വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. അതിലൊരു പ്ലാൻ തിരഞ്ഞെടുത്ത് പണമടച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ പണമടയ്ക്കുന്നത് ആ ടൈം തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിളിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് കാർഡ് ഇട്ട് നോക്കി ഓൺ കോളുള്ള കാര്യം എന്താണെന്നറിയാം. നമ്മളങ്ങനെയാണ് റീഡിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരാം. ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ ആ മനസ്സുദ്ദേശിക്കുന്ന വ്യക്തി, അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ കാർഡിനെ നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ ബ്രീത്ത് ഇനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് ഓക്കെ അതിന് ശേഷം മാത്രം വീഡിയോ കാണാം. ഞാൻ കാർഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 കാർഡ്. അപ്പോൾ ആ 3 കാർഡിൽ നിന്ന് ആദ്യത്തെ കാർഡ്, ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്ത ആളുടെ അല്ലെങ്കിൽ ആ വ്യക്തി, നിങ്ങളെ ഉദ്ദേശിച്ച വ്യക്തി തിരിച്ചു വരുമോ എന്നാണ് പറയുന്നത്. അതിനുള്ളൊരു ആൻസർ മേ ബി എന്നാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇല്ല എന്നർത്ഥം. മേ ബി ഇപ്പോഴും അതിന് സാധ്യതകളൊന്നും തുറന്നിട്ടില്ല. ആ വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യതകൾ തുറന്നിട്ടില്ല എന്നർത്ഥം. ഈ ആദ്യത്തെ ഫയൽ ചൂസ് ചെയ്തവർക്കാണെങ്കിൽ 12 എന്നൊരു നമ്പറാണ് വരുന്നത്. 12 എന്ന് പറഞ്ഞ നമ്പർ നിങ്ങളുടെ ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റോ ഇനി മുന്നോട്ടുള്ള 12 ദിവസമോ 12 മണിക്കൂറോ 12 മിനിറ്റോ എന്തോ ആവാം. 12 എന്ന് പറഞ്ഞൊരു നമ്പറിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രാധാന്യമുണ്ട് എന്നർത്ഥം. പിന്നെ ഈ കാർഡിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. മേ ബി എന്നൊരു ആൻസറാണ്. പിന്നീടത്തേക്ക് ഇത് വരില്ല എന്നല്ല പറയുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. പിന്നെ ഈ കാർഡിൻ്റെ എനർജി പറയുന്നത് ഡിലേ ആണ്. ഹാങ്ഡ് മാനാണ് കാർഡ് വരുന്നത്. ഒരുപാട് കാലതാമസം, അവരൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിൽ തന്നെ ചതുപ്പിൽ നമ്മൾ കാലുറപ്പിച്ച് അനങ്ങാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അവർക്കൊന്നിനെയും പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. അവർക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾ ഉപേക്ഷിക്കണം, വേണമെന്നോ വേണ്ടെന്നോ ഉണ്ട്. പക്ഷേ രണ്ടും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവരുടെ കയ്യിലല്ല ഇതിൻ്റെ ഒരു കൺട്രോള് ഉള്ളതായിട്ട് പറയുന്നത്. അതാണ് ഈ കാർഡിൽ പറയുന്നത്, ആദ്യത്തെ ഫയൽ തിരഞ്ഞെടുത്തവർക്ക്. അപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല. ചിലപ്പോൾ ഒരു 12 ദിവസം കഴിഞ്ഞോ 12 മണിക്കൂർ കഴിഞ്ഞോ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊരു സാധ്യതയുണ്ടാകാം. ടൈംലെസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു കാർഡുകളും നോക്കാം, മറ്റ് വ്യക്തികളെ വെച്ച് നോക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ. ഓക്കെ, നമ്മളപ്പോൾ സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് എന്താണ് എന്ന് നോക്കാം. നിങ്ങൾ ആ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി തിരിച്ചു വരുമോ? രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവർക്ക് വരുമെന്ന് ചോദിച്ചാൽ വരും. നിങ്ങൾ മാനിഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കാം. അവരൊരു ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കും.
ടൈം എടുക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ ഇതേപോലെ തന്നെ കാലതാമസങ്ങൾ വരാം. നിങ്ങൾക്കിടയിൽ ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. ഫാമിലി ആകാം, വിവാഹേതര ബന്ധങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ഈ നേരത്തെ ഫസ്റ്റ് വയലിൽ പറഞ്ഞ പോലെ തന്നെ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. താന്ന് നിൽക്കാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പുതിയ ഐഡിയകളൊന്നും തിരിയുന്നില്ല, ഒന്നും വരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്തേക്കായിരിക്കും. ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷന് നിങ്ങളും ഒരു ഇത് മുൻകൈ എടുക്കുന്നുണ്ടാവില്ല, അവരെടുക്കുന്നുണ്ടാവില്ല. ചത്ത പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഒരുപാട് മെൻ്റൽ എനർജി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി രണ്ടുപേരും ചിലവായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. എനിക്ക് പറയാനുള്ളത്, ബെറ്റർ നിങ്ങൾ ഈ പിണങ്ങിയിരിക്കുന്നതിനൊക്കെ നല്ലത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ദിവസം ലാഭിക്കാം, അത്രയും ദിവസം ഹാപ്പി ആയിട്ട് പോകാം. വെറുതെ അത്രയും ദിവസങ്ങൾ കളയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ വരും. ഓക്കെ, അപ്പോൾ ഈ പൈല ഓക്കെ ആവാത്തവർക്ക് ഇത് എല്ലാവർക്കും ഓക്കെ ആവും, യെസ് ആണല്ലോ മറുപടി. അടുത്ത പൈലിലും പുതിയ വ്യക്തിനെയോ വേറെ കാര്യങ്ങളൊക്കെ വെച്ച് കാണാം. വ്യക്തികളെ, ഫ്രണ്ട്സിനെയോ ആര് വേണമെങ്കിലും വെച്ച് കാണാം. ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ എന്താണ് നമ്മുടെ ടോപ്പിക് എന്ന് മാത്രം. മൂന്നാമത്തെ കാർഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെന്താണ് ആ പൈല് തിരഞ്ഞെടുത്തവർക്ക് എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ യെസ് എന്നാണ് വരുന്നത്. നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും, 100% വരും. 9 എന്നൊരു നമ്പർ പറയുന്നുണ്ട്. പൈസസ് എന്നൊരു സോഡിയാക് സൈൻ കാർഡിൽ പറയുന്നുണ്ട്. അതിൻ്റെ ആൻസർ യെസ് എന്നാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സാധിക്കുന്നു. എല്ലാ തരത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടാകുന്നു. ഒരു ലക്ഷറി, സ്റ്റേബിളായിട്ടുള്ളൊരു കണക്ഷനിലോട്ട് ഇത് വഴി മാറുന്നു. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഇമോഷണലി എല്ലാം, മെൻ്റലി എല്ലാം, ഫിസിക്കലി ഒക്കെ നിങ്ങൾ സ്റ്റേബിൾ ആകുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ യൂണിവേഴ്സിനൊക്കെ കണ്ട വ്യക്തി തിരിച്ചു തന്നെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ടാകാം. പക്ഷേ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ താങ്ക്സ് പറയാൻ, ആ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി മറക്കാറുണ്ട്. അത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഓക്കെ, കാര്യം നേടിക്കഴിയുമ്പോൾ നമ്മൾ ആ യൂണിവേഴ്സിനെ മറക്കുന്നൊരു പരിപാടി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ 3 കാർഡ് പറഞ്ഞു പലവട്ടം നമ്മൾ നമ്മുടെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കമൻസിന് മിണ്ടാതിരിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് ചൊറിയാൻ പോകുന്നില്ല. ഞാനൊരു വീഡിയോ ഇടുന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. റീഡിങ് കഴിഞ്ഞു. കുറച്ച് കമൻറ്റുകൾ, ഇതിൽ ചിലപ്പോൾ തമാശകളായിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാം, എന്തും ഉണ്ടാകാം. നിങ്ങൾക്ക് മനസ്സ് റിലാക്സ് ആവണമെങ്കിൽ വേണമെങ്കിൽ കേൾക്കാം. ആരെയും നിർബന്ധിക്കുന്നില്ല. പണ്ട് പറയായിരുന്നു, താങ്കളുടെ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ എന്തിനെ കേൾപ്പിക്കുന്നത്, ഞങ്ങളുടെ മൈൻഡ് പോകുന്നു. അപ്പോൾ മൈൻഡ് പോകുന്നവരൊക്കെ പൊക്കോളൂ, ക്ലാസ്സിൽ നിന്ന് പൊക്കോളൂ എന്നാണ് പറയാനുള്ളത്. മൈൻഡ് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ ചിരിക്കാനുണ്ടാവും നിങ്ങൾക്ക്. എനിക്ക് കമൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങൾ അടിച്ച് ഞാൻ തിരിച്ച് കമൻ്റ് അടിക്കും. നല്ലതും വരാം. നിങ്ങളുടെ ലാംഗ്വേജ് പോലെ ഇരിക്കും എൻ്റെ ലാംഗ്വേജ് തിരിച്ചു വരുന്നത്. ആരെയും ഒന്നും ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. എൻ്റെ ചാനൽ കാണട്ടോ, എനിക്ക് ഇത്ര കാശ് ഉണ്ടാക്കി താട്ടോ, ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് വന്ന കുറച്ച് കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ നല്ല ഇത് അടിച്ചവർ കാണുന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്, അവന് പേരും അഡ്രസ്സും ഒന്നുമില്ല, പിൻഡ് സൈസ് പാൽസോ അങ്ങനെ ഏതൊരു ഐഡിയ എന്നാണ് വന്നിട്ടുള്ളത്. ഇയാൾ കാർഡൊന്നും എടുക്കുന്നില്ല സുഹൃത്തുക്കളെ എന്ന്. ഇവൻ ഏത് വോട്ടെടുപ്പിനാണ് ഇവൻ മാന്യമഹാ സുഹൃത്തുക്കളെ എന്ന് പറയാൻ പോയി എന്ന് എനിക്കറിയില്ല. ഇവൻ മൈക്കിൻ്റെ അനൗൺസറാണോ എന്നെനിക്കൊരു സംശയമുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ പുള്ളി എന്നൊരു ഭാഷ നമ്മൾ കൂടുതലും പറയുന്നത് ഏരിയ, നമുക്ക് ഈ മൂവാറ്റുപുഴ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പുള്ളി, ആ ഒരു ഭാഷ നമുക്കറിയാം. എൻ്റെ വീട് ചാലക്കുടിയാണ്. പിന്നെ ഷഫിൾ ചെയ്യുന്ന ശബ്ദം, എടാ പൊട്ട തിരുമണ്ട, ഷഫിൾ ചെയ്യുന്ന ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ആ കാർഡ് വെച്ചു വിട്രാ. നീ എൻ്റെ വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ടോ? നീ എൻ്റെ ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ടോ? നീ ചാനലിൽ പോയി നോക്ക്. ലൈവ് വീഡിയോ മിഷാനിയുടെ കൈയും കാണാം, നഖവും കാണാം, എല്ലാം കാണാം, കാർഡും കാണാം, ടേബിളും കാണാം. ഓക്കെ, ആ രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നിന്നെ ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല, നിനക്ക് താല്പര്യം നീ കാണണ്ടടാ. നീ പിന്നെ കമൻ്റ് അടിക്കുന്നത് എൻ്റെ അവകാശം, അതിന് തിരിച്ച് കമൻറ്റ് പറയേണ്ടത് എൻ്റെ അവകാശം. നീ പറയുന്ന പോലെയല്ല, ഞാൻ ചിലപ്പോൾ ഓഡിയോ കൂടെ പറയും ഇതേപോലെ. ഓക്കെ, അപ്പോൾ നീ പറയുന്നൊരു കാര്യം, പിന്നെ ആരുടെയോ ടാരറ്റ് വീഡിയോയുടെ ടാരറ്റുള്ള പാർട്ട് കട്ട് ചെയ്ത് വീഡിയോയിൽ ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. കാണുന്നവർ മണ്ടന്മാർ. നീ കണ്ടുല്ലോ, നീ തിരുമണ്ടൻ, ബിഗ് പൊട്ടൻ. പിന്നെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അത്തരത്തിലല്ല ഞാൻ ചെയ്യുന്നത്. എടാ മണ്ട, നിന്നെ വീണ്ടും വിളിക്കുന്നു. നീ നിൻ്റെ വീട്ടുകാർക്ക് തന്നെ നാണക്കേടായിരിക്കട്ടെ, അപമാനമേ. നീ ആണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല കേട്ടാ. നിൻ്റെ ഇത് കണ്ടിട്ടറിയില്ല. ആരാണെങ്കിലും നീ ആണോ ആവോ പെണ്ണോ ആവോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഒരിക്കലും യൂട്യൂബ് നിൻ്റെ നിലപാടല്ലല്ലോ. യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളുടെ കണ്ടൻറ്റോ ഒരു സാധനമോ ഫോട്ടോ ഒന്നും അങ്ങനെ എടുത്തു വെച്ചാൽ
അത് ഓക്കെ ആവില്ല. നിനക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരിക്കും, അപ്പോൾ തന്നെ അത് റിജക്ഷൻ ആവും, നിൻ്റെ ചാനൽ കട്ടായി പോകും. അപ്പം അത്രയൊക്കെ ഒരു സ്ഥിരം കാര്യങ്ങൾ, നീ ഇതെന്താണെന്നൊക്കെ ഒരു 2 വീഡിയോ ഒക്കെ എടുത്ത് കണ്ടിറക്കുക. എന്നിട്ട് നീ എന്തെങ്കിലും പറ, ഈ പുള്ളി എന്ന് പറയാണ്ട്. അപ്പോൾ നീ അത്തരം കാര്യങ്ങൾ നോക്കും. നീ അതിൻ്റെ താഴെ ഒരു 4 കമൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിനക്കുള്ള ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്ക്രീൻഷോട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നീ എന്താ ചുമ്മാ കോമൺ ആയിട്ടാണ് പറയുന്നത്? കോമൺ ആയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കാർഡ് ഷഫിൾ ചെയ്തിട്ട് എന്തിനാണ് നിൻ്റെ കാര്യം ഞാൻ നോക്കണേ? ഞാനൊരു വീഡിയോ ചെയ്യുന്നു, ഇതിങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നു. നിനക്ക് വേണമെങ്കിൽ കാണാം, അത് നിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ. പിന്നെ കാർഡൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നില്ല നീ, വല്ല ചീട്ടുമായിരിക്കും എന്ന് പറയുന്നത്. കാർഡ് കാണാതിരിക്കുന്നതിൻ്റെ കണ്ണിലെന്താ കുരുവോ? നീ കാർഡ് കാണല്ലേ? നീ കണ്ണൂട്ടനാ. പിന്നെ ചീട്ട് അതാണ് ഞാൻ പൊട്ടാ നിന്നോട് പറഞ്ഞേ. അവിടെ ചീട്ട് ഞാൻ ഷഫിൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ കാർഡ് കാണിക്കുന്നുണ്ടല്ലോ, അപ്പം പിന്നെ എനിക്ക് കാർഡ് ഷഫിൾ ചെയ്താൽ പോരെ? പിന്നെ നിന്നോട് ഞാൻ പറയാം, ഞാൻ ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നു, ഞാൻ ഇതേപോലെ തന്നെ റീഡിങ് എടുക്കുന്നു. കാരണം റെക്കോർഡിങ് എടുക്കുന്നതും നേരെ മറിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നതും MBയിൽ വ്യത്യാസം വരും. ഇത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിങ്ങുകൾ കാര്യങ്ങളെല്ലാം വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ നോർമലി എൻ്റെ ഒരു ടൈമിൽ ഒരു കാർഡ് എടുക്കാവുന്ന രീതിയിൽ എൻ്റെ എനർജിയിലിരുന്ന് ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്ന ഒരു ടോപ്പിക്ക് വെച്ചിട്ട് അതിൽ വീഴുന്ന കാർഡുകളെ ഞാൻ ഫോട്ടോ ആക്കി ഇട്ടിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ആ റീഡിങ് പറയുന്ന ഇത് കൊടുക്കുന്നു. ഞാൻ ലൈവായിട്ട് എടുക്കുന്നത് തന്നെയാണ്, സുഹൃത്തെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനുള്ള സമയവും സാഹചര്യവും സ്ഥലങ്ങളോ എനിക്കില്ല. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നീ കണ്ടാൽ മതി. നിന്നെ ഞാൻ വിളിച്ച് എൻ്റെ ചാനൽ കാണേണ്ട മുത്തേന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കുട്ട, കേട്ടോ? പൊട്ട. അപ്പോൾ ആൾക്കാർ പറയും ഞാനെന്നല്ല പൊട്ട എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നതായിട്ട് എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആൾക്കാർ പറയാറുണ്ട് എൻ്റെ ശബ്ദം നല്ലതാണെന്ന് പറയുന്നത്. നല്ലതാണ്, നല്ല കാര്യമല്ലേ? ഞാൻ എൻ്റെ ശബ്ദം നല്ലതാണെന്ന് പറയുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ ലിസണിങ് എന്ന് പറഞ്ഞ് അയക്കാറുണ്ട്. ഒരു ചിരിയോ കൂപ്പുകയോ എന്തെങ്കിലും ഉണ്ടാകും. പിന്നെ എന്നെ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എല്ലാവർക്കും ഞാൻ ലവും കൊടുക്കും, തംസപ്പും കൊടുക്കും. എനിക്കിഷ്ടമാണ്. പിന്നെ ഏതൊരു ജയകുമാർ എന്നെ പോടെ നായ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വീട് വടക്ക് സൈഡാണെന്ന് എനിക്ക് തോന്നുന്നു. നായ എന്നുള്ളൊരു പ്രയോഗങ്ങൾ അവിടെയാണ്. താങ്കളുടെ പിതാവിനെ സ്നേഹപൂർവ്വം വീട്ടിൽ നിങ്ങൾ മാത്രമുള്ള സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നൊരു പേര് എന്തിനാടാ ജയകുമാരൻ ചേട്ടാ? നീ ഞങ്ങളോട് പറയണേ, ഞങ്ങൾ അറിഞ്ഞില്ലേ? നിനക്കുള്ള കമൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങനെ ഈ മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ സ്പോട്ടിൽ പറയും. പിന്നെ വേറൊരുത്തം പറഞ്ഞിട്ടുണ്ട്, എന്തോ അവൻ്റെ പേര് മുസ്തഫ ഡോണ്ട് വരി മുസ്തഫ എന്നൊക്കെ ഞാൻ മറുപടി പറയാം. സാധ്യത ഇങ്ങനെയൊക്കെ ആകാമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന താങ്കൾ, അതിന് താഴെ ഞാൻ നിനക്കുള്ള മറുപടി തന്നിട്ടുണ്ട്. പൊട്ടനെ പോലെ അത് കേട്ടിരിക്കുന്ന താങ്കൾ. ഇതെനിക്ക് പറയാനുള്ളൂ. സാധ്യതയാകുമെന്ന് നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നീ എൻ്റെ താഴെ വരുന്ന പോസിറ്റീവായിട്ടുള്ള കമൻസ് വായിക്കുന്നില്ല, നീ നെഗറ്റീവിനെയാണ് പൊക്കി കാണിക്കുന്നത്. നിനക്ക് മറുപടി തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ സ്വഭാവത്തിന് ഞാൻ തരും. കാരണം ഞാനൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യമല്ല ചെയ്യുന്നത്. നീ എൻ്റെ ചാനലിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നീ വന്ന് ചൊറിയുമ്പോൾ നിനക്കുള്ള മറുപടി ഞാൻ തീർച്ചയായിട്ടും തരണം. അല്ലെങ്കിൽ നീ ഇത് ഒരുപാട് ചാനലിൽ ചൊറിയും. ഈ ഒരു ടോപ്പിക്ക് എന്നല്ല, ഏതൊരു ടോപ്പിക്കിലും ചൊറിയും. നിൻ്റെ ചൊറിച്ചലിനുള്ള മാറ്റം ഞാൻ തരാം. നിനക്ക് ഇനി താഴെ കമൻറ്റ് അടിക്കണേ നീ അടിച്ചോടാം. ഞാൻ അടുത്ത വീഡിയോയിൽ പറയും, നല്ലതാണ്, കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേട്ടോളാം. ഞാൻ എൻ്റെ മൊത്തത്തിലുള്ള പരിപാടി അങ്ങ് മാറ്റി. ഞാനിനി എൻ്റെ കത്തിയൊപ്പ് വയ്ക്കുന്നതെല്ലാം ഈ റീഡിങ്ങിന് ശേഷമാണ്. അപ്പോൾ കേൾക്കുന്നവർ കേൾക്കട്ടെ. അപ്പോൾ നിനക്കുള്ളത് എനിക്ക് തരാൻ പറ്റൂടാ. നല്ല രീതിയിൽ എൻ്റെ വീഡിയോയുടെ ലെങ്ത്തും കൂടിക്കോണം. താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. താങ്ക്സ്. നീയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരം ചിന്താഗതി വന്നേ. പിന്നെ താങ്കളൊന്ന് ചിന്തിക്കൂ, ഒരു കല്യാണം കഴിച്ചു കാണിക്കുന്നു. ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഈ പറഞ്ഞ വ്യക്തിയുടെ പേരെന്തോ അനില വായു എന്തൊരു പേര്. ഓക്കെ. ഞാനെന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിക്കണേ? ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? എനിക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം. ഞാൻ എന്തിനാണ് നിങ്ങളെ ബോധിപ്പിക്കാൻ? ഞാൻ ഒരു ചാനൽ നടത്തുന്നു. അല്ല ചേച്ചി അങ്ങനെ പറഞ്ഞൊരു കല്യാണം. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ വരുന്ന ഇഷ്യൂസ് ഞാൻ കൈകാര്യം ചെയ്യുന്ന ക്ലയൻസ്, അവർ ഇതിൽ നിന്ന് തന്നെ എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ സാധനം ഒട്ടും തോന്നുന്നില്ല. അവിഹിതം മാത്രമേ ഉള്ളൂ. 99% അവിഹിത. അത് കൂടുതലും വരുന്നത് ഇതേപോലെ തന്നെ ആണുങ്ങൾക്കല്ല പ്രശ്നം, പെണ്ണുങ്ങൾക്കാണ് പ്രശ്നം. കേരളത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെന്ന് വരെ ഞാൻ ഒരു ടാലൻറ്റിലോട്ട് വന്നതിന് ശേഷം ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ. എൻ്റെ അടുത്ത് വരുന്ന റീഡിങ്ങിലെല്ലാം. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കേണ്ടത് അതെൻ്റെ ഇഷ്ടമാണ്. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? നാളെ ഞാൻ കല്യാണം കഴിച്ച ഒരാൾ ചിലപ്പോൾ എനിക്ക് നല്ലതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത ലൈഫാവാം. എന്തിനാ ഞാൻ റിസ്ക് എടുക്കണം? എൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ് ചേച്ചി. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. പിന്നെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ പേരെന്തായിരുന്നു? ബാഡ് ബോയ്. ബാഡ് ബോയ് ചീത്ത കുട്ടി,
ദക്ഷ 111 ബെസ്റ്റ് അതിൻ്റെ അടുത്ത് പോലും നിങ്ങൾ എത്തിയിട്ടില്ല. ആക്ച്വലി നിന്നോടൊരു സത്യം പറയട്ടെ, ഈ ദക്ഷ ആരാണെന്നോ 111 ബെസ്റ്റ് ആരാണെന്ന് എനിക്കറിയില്ല. 111 എന്നുള്ളത് 111 അല്ല, 44 അല്ല, 1111 അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് ടാലൻ്റ് ആയിരിക്കാം. അപ്പം തന്നെ ഞാൻ ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ദക്ഷ ആരാന്ന് മനസ്സിലായി. ഇതും എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഒരിക്കലും ഞാൻ ചെയ്യുന്ന വീഡിയോ തന്നെ റിപ്പീറ്റായിട്ട് അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഒരാളല്ല. ഞാനൊരു വീഡിയോ ഒരു എനർജിയിൽ വീഡിയോ എടുത്തു, നെക്സ്റ്റ് അപ്ലോഡാണ്. ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. അതൊന്ന്. രണ്ടാമത്, മറ്റൊരാളുടെ ടാലൻറ്റ്, ഒരാളുടെ ഇംഗ്ലീഷ് ചാനലുകൾ എന്നല്ല, പുറത്ത് ഹിന്ദി എന്നല്ല, ഒന്നും ഞാൻ കാണാറില്ല. കാരണം മനുഷ്യനെന്നൊരു വ്യക്തിക്ക് മറ്റൊരു സാധനത്തിനെ കോപ്പി ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ, ഞാൻ അവരെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് അവരെ പോലെ ആകാൻ തോന്നും. മനുഷ്യനാണ്, ഞാൻ ആരെയും കാണാറില്ല. ഞാൻ എൻ്റെ ചാനൽ ചെയ്യും, എൻ്റെ ടോപ്പിക്ക് ഞാൻ ചെയ്തു വരുന്നത് വരും. എന്നോട് ആൾക്കാർ പറയും മറ്റാൾക്കാരുടെ ചാനൽ കാണും, അതേപോലെ ചെയ്യും. ഞാനെന്തിനാ അതേപോലെ ചെയ്യണേ? ദക്ഷയ്ക്ക് ഒരിക്കലും എൻ്റെ ഈ ശബ്ദമാവില്ല, ദക്ഷയുടെ ശബ്ദമാവില്ല എൻ്റെ. പിന്നെ ഞാനെന്തിനാ ദക്ഷയായിട്ടൊരു കോമ്പറ്റീഷൻ? ദക്ഷേനെ അറിയുന്നത് തന്നെ ഞാനെപ്പോഴാണ്. ഞാൻ ദക്ഷേനെ നോക്കിയിട്ടല്ല സുഹൃത്ത് ചെയ്യുന്നത്. എൻ്റെ ശബ്ദത്തിൽ എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അഥവാ എൻ്റെ ശബ്ദത്തിനെ കവർ ചെയ്യാൻ ഒരാൾ വന്നാൽ എൻ്റെ ശബ്ദത്തിൽ ഞാൻ മാറ്റും, അങ്ങനെ പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ ചെയ്യും. അതെൻ്റെ ബ്രില്യൻസ്. ഓക്കെ, അപ്പോൾ എന്നെ അളക്കാൻ മാത്രം മോനായിട്ടില്ല. ഞാൻ വേറൊരു ചാനലിൽ നോക്കിയിട്ടില്ല. എൻ്റെ ചാനൽ നീ വേണമെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ നീ എന്താ പറയുക, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോടേ എന്ന് എനിക്ക് പറയാനുള്ളൂ. നീ പൊക്കോ, കുഴപ്പമില്ല, നമ്മുടെ പ്രശ്നമല്ല. നമ്മളിത് ചാനലിന് എനിക്ക് ലൈക്ക് വരുന്നുണ്ടോ, എൻ്റെ ഏതെങ്കിലും ആദ്യകാലങ്ങളിലെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഇതൊന്നും ഞാൻ പറയാറില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ മതി, ഞാനിതിനെ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഓക്കെ, എൻ്റെ റീഡിങ് തന്നെയാണ്. നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. താല്പര്യമുള്ളവർ മതിയെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു പ്രതീക്ഷ തന്നിട്ട് മുന്നോട്ട് എന്തിനാ കാര്യമില്ല. പിന്നെ ഈ ചാനലിൻ്റെ പർപ്പസ് എന്താ? ഇല്ല. മറ്റുള്ള ആൾക്കാരെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ചേച്ചിമാരെ പോലെയോ മറ്റു ചാനലുകാരെ പോലെയോ ആവാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല എന്ന് കൂടി ഞാൻ പറയാം. അപ്പോൾ എനിക്ക് അതിന് അവരാവേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്, അല്ലാതെ വേറൊരു കാര്യമില്ല. അപ്പോൾ ഒരു കാർഡ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിൽ ചിരിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപകാരം. ഓക്കെ, ടാലൻറ്റ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ ഫൈനലല്ല. നമ്മുടെ ലൈഫിൽ വല്ലാത്തൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ആ കാര്യത്തിന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടേക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. അല്ലെങ്കിൽ നമ്മളിലേക്ക് പുതിയ കാര്യങ്ങൾ വരും. ലൈഫിലെവിടെയും തളർന്നിരിക്കാതിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് പോകും. ഓക്കെ, നിങ്ങളുടെ സന്തോഷം നിങ്ങളാണ്, അല്ലാതെ വേറെ ആരുമല്ല. അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോലും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നാൽ ഹാപ്പി. ഒരു സാഡ് മൂഡ് പിടിച്ചിരിക്കാം കിരീടത്തിലെ പോലെ എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ ഇരിക്കാം നിങ്ങൾക്ക് അവിടെ. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. പുതിയ ടോപ്പിക് ഉണ്ടെങ്കിൽ പറയാം, കമൻറ്റിന് റിപ്ലൈ കിട്ടിയവർക്ക് വേണമെങ്കിൽ പറയാം. എന്നും താഴെ കമൻറ്റ് അടിക്കാം കേട്ടോ. സഭ്യമായിട്ടാണെങ്കിൽ നമ്മൾ സഭ്യമായിട്ട് തരും, അസഭ്യമായിട്ടാണെങ്കിൽ അസഭ്യമായിട്ട് തരും. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം ചാനൽ കണ്ടാൽ മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ.